വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാഗ്രഹത്തോടുള്ള നിങ്ങളും ആ ആഗ്രഹിക്കുന്ന വസ്തുവും മാത്രമായിട്ടുള്ളൊരു നിമിഷത്തെ ഉണ്ടാക്കി വേണ്ടാന്നൊന്ന് തീരുമാനിക്കും. എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു, എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു ശബ്ദം, എനിക്കേറ്റവും ഇഷ്ടമുള്ള രൂപം, രസം, ഗന്ധം, ഇവയിലൊന്നിൽ എൻ്റെ ഇന്ദ്രിയം വ്യാപിച്ചു നിൽക്കുന്നൊരു വേളയിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ദ്രവ്യത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ മുമ്പിൽ വെച്ച് അതിൽ നിന്ന് പിന്തിരിയാൻ എൻ്റെ ഇന്ദ്രിയത്തോടൊന്ന് ആജ്ഞാപിച്ചു നോക്കും. നല്ല പോലെ പനിക്കും. ഇത്ര കാഠിന്യമുള്ളതായി പണി. ഒരു വിഷയത്തിൻ്റെ അടിമയായി എന്തിനിങ്ങനെ ജീവിക്കണം? നിസ്സാരമായൊരു വിഷയത്തെപ്പോലും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താതെ എന്തിനീ നരജന്മം? എന്തിന്? ആർക്കു വേണ്ടി? അപ്പോൾ അതാ പറഞ്ഞ എന്തിന് ആർക്കു വേണ്ടി? ഇത് രണ്ടും എന്തിന് ആർക്കു വേണ്ടി? അതാ ചോദ്യം. എന്തിന് ആർക്കു വേണ്ടി? ലോകത്തിന് വേണ്ടി. ലോകത്തിന് വിഷയത്തെ നിയന്ത്രിക്കാത്ത ഒരുത്തനെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഈ ലോകത്തെന്തെങ്കിലും ലോകപ്രയോജനമായത്, പ്രകൃതി പ്രയോജനമായത് വിഷയത്തെ നിയന്ത്രിക്കാൻ ത്രാണിയുള്ളവനിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. ഭരണാധികാരിയാവട്ടെ, ഭരണീയനാവട്ടെ, തപസ്വിയാവട്ടെ, ഗൃഹസ്ഥനാകട്ടെ, ബ്രഹ്മചാരിയാകട്ടെ, വാനപ്രസ്ഥനാവട്ടെ, സന്യാസിയാകട്ടെ, വിഷയം തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവനിൽ നിന്ന് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അവൻ്റെ ജീവിതം മാത്രമേ പരോപകാരാർത്ഥമാവൂ. ബാക്കിയെല്ലാം അവൻ വിഷയത്തിനു വേണ്ടി ബാക്കിയുള്ളവരെ മുഴുവൻ കൊല്ലുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ നിയമങ്ങൾ ഉണ്ടാക്കുകയോ തൻ്റെ വിഷയവാസനയ്ക്ക് വേണ്ടി, തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ നീതിശാസ്ത്രങ്ങളെ മുഴുവൻ ചുട്ടുകളയുകയോ ചെയ്യുന്നവരാൽ മാത്രമാണ് ഈ ലോകം പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയവും ഭരണാധികാരികളുമെല്ലാം ഈ ലോകത്തിന് വിനാശകാരികൾ തന്നെയാണ്. വളരെ അപൂർവം, വിരളിലെണ്ണാൻ ആളുകൾ മാത്രമാണ് ലോകോപകാരികൾ. അതിലൊരാളാകുക എന്നത് എളുപ്പമല്ല. ആണെന്ന് പറയാൻ എളുപ്പമാണ്. ഒരു നിസ്സാര വിഷയം, അതൊരു ഇഡലിയാകട്ടെ, ഒരു ദോശയാകട്ടെ, ഒരു ചട്നിയാകട്ടെ, ഒരു സാമ്പാറാകട്ടെ, ഇനി അത് പെണ്ണോ പെടക്കോഴിയോ ആണോ ആങ്കോഴിയോ എന്തോ ആവട്ടെ, ആ വിഷയത്തിൽ നമ്മളുടെ മനസ്സ് നിന്നാൽ, അത് നമ്മളെ ഗ്രസിച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായ അതിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമുക്കോ ലോകത്തിനോ എന്തു പ്രയോജനമാണ് ലഭിക്കുക? ഇത്രയും മാത്രം ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വിഷയം ഇങ്ങനെയുള്ളൊരു സാധനമാണ്. ഷിഞ്ഞ് ബന്ധനേ വിഷയം വിശേഷേണ ബന്ധനേ. വിശേഷവിധിയായി ബന്ധിക്കുന്നത് കൊണ്ട് വിഷയം എന്നതിന് പേര്. ആരെ ബന്ധിക്കുന്നു? അതിനഭിമുഖമായിരിക്കുന്നവനെ. എൻ്റെ മുമ്പിലിരിക്കുന്ന വിഷയം എന്നെ ബന്ധിച്ചടിമയാക്കുന്നു. വിഷയം ഒരിക്കലും എനിക്ക് അടിമയാകുന്നില്ല. അതാണ് ഇതിൻ്റെ അത് ഏറ്റവും രസം. വിഷയം എനിക്കടിമയാകുന്നില്ല. എനി കോസ്റ്റ്. ഭർതൃഹരി രംഗം ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. ശൃംഗാരശതകവും നീതിശതകവും ഒക്കെ എഴുതിയ ഭർതൃഹരി, വാക്യപതീയം എഴുതിയ ഭർതൃഹരി ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി പദമൊക്കെ വിട്ട് ഇയാൾ വനത്തിലേക്ക് പോയി. കുറേ കാലമായപ്പോഴേക്കും മടുത്തു. ജനാധിപത്യമല്ലാതിരുന്നത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ജനാധിപത്യമാണെങ്കിൽ മടുപ്പൊന്നും ഉണ്ടാകാൻ വഴിയില്ല, അല്ലേ? കൂടെയുള്ളവരൊക്കെ അള്ളു വെച്ചാൽ പോലും മടുത്തിറങ്ങിപ്പോവില്ല. ശരിയല്ല? അള്ളിൻ്റെ പൊക്കത്തിലാണ് ഇന്ന് വരെ ജനാധിപത്യത്തിലെ എല്ലാ മന്ത്രിമാരും ഇരുന്നത്. അള്ളു വെച്ചതൊന്നും എതിരാളികളല്ല, അള്ളു വെച്ചതെല്ലാം സ്വന്തക്കാരുമാണ്. ശരിയല്ല? ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരെയും, ഓരോ സ്റ്റേറ്റിൻ്റെയും ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഇന്നത്തെ മുഖ്യമന്ത്രി വരെയും എല്ലാവരും കസേരയിലിരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടുത്തവരും വേണ്ടപ്പെട്ടവരുമായ പാർട്ടി നേതാക്കളാണ് അള്ളു തീർത്ത് നേരെ കൊണ്ടുപോയി പൃഷ്ഠത്തിന് താഴെ വെച്ചിട്ടുള്ളത്. ശരിയല്ല? എത്ര അള്ളു വെച്ചാലും ലജ്ജയില്ലാതെ അതിലമർന്നിരുന്നവരാണ് നമ്മുടെ ജനാധിപത്യ ഭരണാധികാരികളിൽ ഒന്നാമൻ മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും. അഗ്രീഡ്. അപ്പോൾ ഭർതൃഹരി അന്ന് ജനാധിപത്യം അല്ലാതിരുന്നത് കൊണ്ടായിരിക്കും
ഒരുപക്ഷെ ഇട്ടിട്ട് പോയത്. ഭർതൃഹരി വനത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ ഇഷ്ടം പോലെ രത്നങ്ങളാണ് ഉള്ളത്, അതൊക്കെ വിട്ടിട്ടാണ് പോയത്. പക്ഷെ വനത്തിലെത്തിയ ഭർതൃഹരി പൂർണ്ണമായി സംഭക്തമായ വനത്തിലേക്ക് വാനപ്രസ്ഥനായി പൂർണ്ണമായി ഗാർഹസ്ഥ്യമെല്ലാം വിട്ടുപോയ ഭർതൃഹരി ആ വനത്തിലൊരു മരത്തിൻ്റെ ചോട്ട് നിൽക്കുമ്പോഴാണ് തിളങ്ങുന്ന ഒരു രത്നം കണ്ടത്. അതിനേക്കാൾ 100 മടങ്ങ് വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടും ഭർതൃഹരി ഓടി. ഭർതൃഹരി തന്നെ പറഞ്ഞതായത്, ഒരു പ്രാവശ്യം ഓടി. അടുക്ക ചെന്ന് എടുത്തപ്പോഴേതോ ഒരു ദൈവാനുഗ്രഹം പോലെ ഓർമ്മ വന്നു, ഇതിലും വിലയുള്ളത് എത്രയെണ്ണം ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന്. ഭർതൃഹരി അതായി ഇരുന്നിടത്ത് വെച്ചിട്ട് ആ മരത്തണലിൽ പോയിരുന്നു. ഇനി അവൻ എന്തെല്ലാം പണി കാണിക്കുമെന്നറിയാൻ. ഭർതൃഹരി ആളൊരു സുന്ദരനാണ്. അതുകൊണ്ട് അയാൾ പോയൊരു മരത്തിൻ്റെ തണലിൽ ഇരുന്നിട്ട് ഈ രത്നം നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഇവൻ്റെ പണി എന്തൊക്കെയാണ്? നിശബ്ദമായി കിടക്കുന്ന ഒരു രത്നക്കല്ലിൻ്റെ പണി. ഒരുപാട് കുടുംബങ്ങളെ കുത്തുവാളയടിപ്പിക്കാനും ഒരുപാട് പേരെ സ്വർഗലോകത്തേക്ക് പറഞ്ഞുവിടാനും നിസ്സാരമായൊരു കല്ലിന് കഴിയുമോ എന്നറിയാൻ പാകത്തിന് ഭർതൃഹരി അവിടെ മാറിയിരിക്കുമ്പോഴാണ് 2 രാജകുമാരന്മാർ കുതിരപ്പുറത്ത് വരുന്നത്. പുറകെ വന്നവൻ, മുമ്പിൽ പോകുന്നവൻ കാണുന്നതിന് മുമ്പ് താനാണ് കണ്ടതെന്ന മട്ടിൽ പറഞ്ഞു, അതാ രത്നമെന്ന്. മുമ്പേ ഉള്ളവൻ അതിൻ്റെ അടുത്തെത്തി ഇറങ്ങി കയ്യിലെടുത്തു. കണ്ടവൻ പറഞ്ഞു, ഞാനാണ് ആദ്യം കണ്ടതുകൊണ്ട് എൻ്റെയാണ് അതിൻ്റെ അവകാശം. എടുത്തവൻ പറഞ്ഞു, നീ കണ്ടിരിക്കാം, ആദ്യം എൻ്റെ കയ്യിലാണ് കിട്ടിയത്, ഞാനാണ് ഇതിൻ്റെ അവകാശം. വാക്കുമൂത്ത് 2 പേരും വാളെടുത്തു. ആദ്യം പറഞ്ഞവൻ എടുത്തവൻ്റെ നെഞ്ചിലേക്കും എടുത്തവൻ പറഞ്ഞവൻ്റെ നെഞ്ചിലേക്കും ഒരുമിച്ച് വാളിറക്കി. 2 പേരും അപ്പുറത്തോട്ട് വീണു. രത്നം നടുക്കും വീണു. ഭർതൃഹരി ആലോചിച്ചു. ബുദ്ധിമാന്മാരായ രാജകുമാരന്മാർ, പഠിച്ച രാജകുമാരന്മാർ, 100 കണക്കിന് രത്നങ്ങളിരിക്കുന്ന കൊട്ടാരത്തിൽ നിന്നെത്തിയ രാജകുമാരന്മാർ, സ്വന്തം ജീവനെപ്പോലും വിലയില്ലാതാക്കുന്ന വിധത്തിൽ അവരെ നിസ്സാരമായി ബന്ധിക്കാൻ എത്ര എളുപ്പത്തിൽ ഈ വനത്തിൽ കിടന്ന ഒരു രത്നത്തിന് കഴിഞ്ഞു.